ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ലൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ചൂട് പിടിച്ച വലിയ ചർച്ചയാവുന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ ഞായറാഴ്ച ഓഗസ്റ്റ് 31 മെൽബൺ ഉൾപ്പെടെ ഓസ്ട്രേലിയയുടെ മേജർ സിറ്റികളിലെല്ലാം നടക്കാൻ പോകുന്ന മാർച്ച് ഓഫ് ഓസ്ട്രേലിയ എന്ന പേരിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭ റാലിയെ പറ്റിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇത് വെറും പ്രതിഷേധമല്ല, രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും സാധാരണ ജനങ്ങളെയും ഒക്കെ വളരെ ചർച്ചയ്ക്കും വിഭജനത്തിനും കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതെന്താണ് ഈ റാലി, ഇതെന്തിനാണ് ഈ റാലി, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഈ വരുന്ന ഞായറാഴ്ച ഓഗസ്റ്റ് 31 2025 ഓസ്ട്രേലിയയുടെ എല്ലാ മേജർ സിറ്റികളിലും, അതായത് മെൽബൺ, ബ്രിസ്ബെയിൻ, അഡ്ലേഡ്, പെർത്ത്, സിഡ്നി, കാൻബറ എന്ന് പറയുന്ന എല്ലാ മേജർ സിറ്റികളിലും നടക്കാൻ പോകുന്ന ഒരു റാലിയാണ് എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ ആകർഷിച്ചിരിക്കുന്നത്. മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിൽ നടത്തുന്ന ഒരു റാലിയാണ്. ഇതിൻ്റെ സംഘാടകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒന്നും പേരോ ഒരു പാർട്ടികളോ ഒന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. എന്നാലും വലിയൊരു മൊബിലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ റാലി, എന്തിനാണ് ഈ റാലി, എന്താണ് ഈ റാലി എന്ന് നോക്കുന്നതിന് മുമ്പേ എന്തിനാണ് ഈ റാലി എന്ന് നമുക്ക് നോക്കേണ്ടി വരും. 1700 മുതൽ 2000 ഈ നമ്മൾ വന്നിരിക്കുന്ന 2025 വരെ വളരെയധികം കുടിയേറ്റം കണ്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. കാരണം പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി വന്ന് ഇവിടെ ഉണ്ടായിരുന്ന അബോറിജിനൽ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നതുകൊണ്ടും ബ്രിട്ടൻ്റെ ഒരു കോളനി ആയിരുന്നതുകൊണ്ടും ഒരു പോയിന്റ് മുതൽ ആൾക്കാർ ഒത്തിരി പേര് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ 1700 ആദ്യം അവർ ഓസ്ട്രേലിയ കണ്ടുപിടിച്ചത്. അന്ന് മുതൽ ഈ നിമിഷം വരെ വലിയൊരു മൈഗ്രേഷൻ പോപ്പുലേഷൻ ഇവിടേക്ക് വരുന്നുണ്ട്. സംഘാടകർ ഇതിനെ ഓസ്ട്രേലിയക്കായി നടത്തുന്ന മാർച്ച് എന്നാണ് പറയുന്നത്. എന്നാൽ സർക്കാരിലെ ചില മന്ത്രിമാർ ഇതിനോടകം തന്നെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ജാതീയവാദം, റേസിസം, വിഭജന കാരണം, ഓസ്ട്രേലിയൻ എന്നുള്ള ശക്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് ഒപ്പോസിഷൻ അല്ലെ ഇപ്പോൾ റൂളിംഗ് പാർട്ടി ആയിരിക്കുന്ന ലേബർ പാർട്ടി ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. മൾട്ടി കൾച്ചറൽ മിനിസ്റ്റർ ആയിരിക്കുന്ന ആനി ആലയും ഹോം അഫയേഴ്സ് മിനിസ്റ്റർ ആയിരിക്കുന്ന ടോണി ബ്രൂക്കും ഒക്കെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊരു ഓസ്ട്രേലിയൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് മൈഗ്രേഷൻ മുഖാന്തരമായി ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഓസ്ട്രേലിയൻസിന് ജോലികൾ ലഭിക്കുന്നില്ല, വിലക്കയറ്റം ഉണ്ടാകുന്നു, ജീവിത സാഹചര്യങ്ങൾ നഷ്ടപ്പെടുന്നു, റെൻ്റൽ ക്രൈസിസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിശക്തമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടത് നമുക്കറിയാം. ഇവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. വളരെയധികം അത് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഉണ്ടാകുന്നത് ഈ മൈഗ്രേഷൻ മുഖാന്തരമാണെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല വളരെയധികം ആൾക്കാർ ഓസ്ട്രേലിയക്ക് ദിനം പ്രതി മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ ഇവർ പറയുന്ന കണക്കൊക്കെ തെറ്റാണ്. എന്നിരിക്കലും ധാരാളം ആൾക്കാർ കടന്നു വരുന്നുണ്ട്. അതിന് മുഖാന്തരമായി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനെതിരെയാണ് ഇവർ സമരം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പ്രതിഷേധക്കാർക്ക് വളരെയധികം കരുത്ത് നൽകിയത് ഒരു ദിവസം 1500 പേർ വെച്ച് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കണക്കാണ്. എന്നാൽ ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ABS അതിനെ പാടെ നിരാകരിച്ചിട്ടുണ്ട്. എന്നിരിക്കലും അത്യാവശ്യം നല്ല ഒരു മൈഗ്രേഷൻ പാറ്റേൺ ഓസ്ട്രേലിയയിലേക്കുണ്ട്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം ഓരോ വർഷം എത്ര കുട്ടികളാണ് നമ്മൾ കൂടി കടന്നത്. അതൊരു 10% ഉള്ള അല്ലെങ്കിൽ 8% ഉള്ളെന്ന് വിചാരിക്കുക. അതുപോലും വലിയ വലിയ നമ്പറുകളാണ്. അപ്പോൾ ഓരോ ഇന്ത്യയിലും വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് തന്നെ വളരെ ബിഗ് നമ്പേഴ്സാണ്. അത് മാത്രമല്ല ഇവർ പറയുന്ന 1500 പേർ പെർ ഡേ എന്ന് പറയുന്ന മൈഗ്രേഷൻ ഡേറ്റയിൽ ഈ പറയുന്ന പോലെ സ്റ്റുഡൻസ് ഉണ്ട്, PR ആയി വരുന്നവരുണ്ട്, സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ട്, റെഫ്യൂജീസ് ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. റെഫ്യൂജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ വരുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാം ഒരു സമയം വരെ ഓസ്ട്രേലിയയിലേക്ക് ശ്രീലങ്കയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ബോട്ടിൽ ആൾക്കാർ വരുമായിരുന്നു. അതായത് ഞങ്ങൾക്ക് റെഫ്യൂജ് വേണം എന്നുള്ള രീതിയിൽ. അത് വളരെ ശക്തമായിട്ട് ഒരു കാലഘട്ടം വരെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ കുറവുണ്ട്. കാരണം ഇവർ തന്നെ ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് ഓസ്ട്രേലിയക്ക് അടുത്തുള്ള പല ഐലൻഡുകളിലും സ്ഥാപിച്ച് ഓസ്ട്രേലിയയിലേക്ക് ഇവരെ വരുത്താതെ അങ്ങനെ വരുന്ന ബോട്ടിൽ വരുന്നവരെ നേരെ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പ്രോസസ്സ് ചെയ്യും. അവിടുന്ന് തന്നെ അവരെ ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണ് നടക്കുന്നത്. അതിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ ഓസ്ട്രേലിയയിലേക്ക് വരുന്നുള്ളൂ. എന്നിരിക്കലും 1500 പേർ
പെർ ഡേ എന്നുള്ള ആ ഡേറ്റയാണ് ഇവരിപ്പം മുമ്പോട്ട് വെച്ചിരിക്കുന്ന വലിയൊരു സംഭവം. അത് കേൾക്കുമ്പോൾ തന്നെ ഭയചകിതരാകുന്ന ജനങ്ങളാണ് ഓസ്ട്രേലിയയിലുള്ളത്. കാരണം അവരുടെ ജോലിക്ക് ഇനിയും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള കാര്യം. ജനങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു വാടക കൂടുന്നു, ജോലി കിട്ടുന്നില്ല, ജീവിത ചെലവുകൾ ഉയരുന്നു, ഇതെല്ലാം കുടിയേറ്റം കൊണ്ടാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ തോന്നലും യാഥാർത്ഥ്യവും എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമ്മൾ നോക്കി എന്താണ് ഈ റാലി, എന്തിനാണ് ഈ റാലി എന്നുള്ളത് നോക്കി. ഈ റാലി എന്ന് പറയുന്നത് നമ്മളൊരു പത്തായത്തിൽ പോയപ്പെട്ട അവസ്ഥയാണ്. പത്തായം എന്താണ്? പത്തായം എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിൻ്റെ ചരിത്രം എന്താണ്, അതെവിടെ നിന്നാണ് വന്നത്? നമുക്കത് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് പത്തായം എന്നുള്ള പദമാണ്. ഗതകാല സ്മൃതികളുടെയും പഴയ കാരണവന്മാരുടെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ അടയാളമായി നിലകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പത്തായം എന്ന് പറയുന്നത്. കാരണം പണമുള്ള വീട്ടിൽ കൂടുതൽ വയലുകളുണ്ടാവും. കൂടുതൽ വയലുകളുണ്ടെങ്കിൽ കൂടുതൽ നെല്ലുണ്ടാവും. നമുക്കറിയാം, പത്തായം നെല്ല് സംഭരിക്കാനായി ഉപയോഗിക്കുന്ന ഒരു പെട്ടിയാണ് പത്തായം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ നെല്ലുണ്ടെങ്കിൽ ആ നെല്ല് സംഭരിക്കാനായുള്ള പത്തായം വേണ്ടി വരും. അപ്പോൾ പണ്ട് കാലത്തൊക്കെ പണക്കാർ എന്നുള്ള പദത്തെ കണ്ടിരുന്നത് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നയാൾ, അപ്പോൾ അയാൾക്കായിരിക്കുമല്ലോ കൂടുതൽ പൈസ ഉണ്ടാവുന്നു എന്നുള്ള രീതിയിൽ. ഈ പത്തായം എന്നുള്ള പദം എവിടെ നിന്ന് വന്നു നമുക്ക് നോക്കാം. പത്തായ എന്ന് പറയുന്ന പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നാണ് പത്തായം എന്നുള്ള പദമുണ്ടായത്. അതായത് ലോകത്തെമ്പാടും കപ്പലോട്ടം നടത്തുന്ന പോർച്ചുഗീസുകാർ അവർ തങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സംഭരണ പെട്ടിയെ വിളിച്ചിരുന്ന പേരാണ് പത്തായ എന്നുള്ളത്. പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്ന് കാലുകുത്തി കഴിഞ്ഞപ്പോൾ ഈ പദവും ആ കൂടെ തന്നെ വന്ന് കാലുകുത്തി എന്ന് വേണം പറയാൻ. എന്നാൽ അൺകൺഫേംഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി കേൾക്കുന്നുണ്ട്. അതായത് 10 എന്ന് പറഞ്ഞാൽ നിലമെന്നും ആയം എന്ന് പറഞ്ഞാൽ വരവ് എന്നാണ് പഴന്തമിഴിൽ അർത്ഥമാക്കുന്നത്. പഴന്തമിഴ് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തോളം അല്ലെങ്കിൽ അതിലുപരിയായി ഉണ്ടായിരുന്ന ഒരു പ്രാചീന ഭാഷയാണ്. ചില കൺഫർമേഷൻ ഇല്ലാത്ത സോഴ്സുകളിൽ ഇത് പഴന്തമിഴിൽ നിന്ന് വന്നെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല പത്തായം എന്ന പദത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ഉപയോഗ രീതിയുമൊക്കെ. ഓക്കെ, ഇനി നാളത്തെ പദം. നമുക്കറിയാം, സർക്കാർ അത് ചെയ്തു, സർക്കാർ പാലം പണിതു, സർക്കാരിൻ്റെ നയം ശരിയല്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ സർക്കാർ എന്നുള്ള പദം എവിടെ നിന്നാണ് വന്നത് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി പത്തായം എന്ന വേർഡിൻ്റെ അർത്ഥവും അത് വന്ന ചരിത്രവും എല്ലാം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊരു പത്തായത്തിൽപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സാധാരണ ഉള്ള ഞങ്ങളെപ്പോലുള്ള മൈഗ്രൻസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെയായിരിക്കാം സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവില്ലേ? കാരണം ഈ സംഘടനകൾ പറയുന്നത് ഇവർ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടിയും ഓസ്ട്രേലിയൻ ജനത്തിനും വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ റൂളിംഗ് പാർട്ടിയായിട്ടുള്ള ഇടതുപക്ഷ സംഘടനകൾ, ലേബർ പാർട്ടി പറയുന്നത് അവർ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി നിൽക്കുന്നത്, കാരണം അവരാണല്ലോ റൂൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും മുഖാമുഖം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇത് നടക്കില്ല, ഇതിന് സാങ്ഷൻ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സമയത്ത് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന ന്യൂസുകൾ അനുസരിച്ച് ഈ റാലി നടക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ജാഥകൾ ഭയങ്കരമായ ആൾക്കൂട്ടവുമായി പാലസ്തീനെ ഫ്രീ ആക്കുക എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളുമായി ഓസ്ട്രേലിയയിൽ നടന്നത്. വളരെ വലിയ ജനക്കൂട്ടമാണ് അവിടെ വന്നു ചേർന്നത്. അപ്പം ഓസ്ട്രേലിയയിൽ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഇത്രയും വലിയൊരു ജാഥ നടക്കണമെങ്കിൽ അത്രയും ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഈ സംഘാടകർ പറയുന്നത് ഓസ്ട്രേലിയൻ ഫ്ലാഗ് അല്ലാതെ ഒന്നും ഓസ്ട്രേലിയയിൽ അനുവദിക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ഇന്ത്യൻസിൻ്റെ ആഘോഷം നടക്കുമ്പോൾ വലിയ ഇന്ത്യൻ ഫ്ലാഗുകൾ വെക്കുന്നു. ഇതൊരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണ്. അപ്പോൾ മൾട്ടി കൾച്ചറലായിട്ട് ഇവിടെ വന്ന് എല്ലാവർക്കും ജീവിക്കാനുള്ള അനുവാദവും അധികാരവുമുണ്ട്. ഓസ്ട്രേലിയൻ ഫ്ലാഗുകൾ ഇല്ലാതെ, കാരണം നമ്മൾ മൾട്ടി കൾച്ചറൽ കൺട്രിയാണ്, അതുപോലെ നിൽക്കുമ്പോഴത്തേനും ഓസ്ട്രേലിയൻ ഫ്ലാഗുകൾ ഉൾപ്പെടുത്തിയാണ് അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഓസ്ട്രേലിയൻസ് ഇവിടെ നിൽക്കുമ്പോൾ ഓസ്ട്രേലിയയോടാണ് കൂറുണ്ടാവേണ്ടത്. പാലസ്തീനോട് കൂറുണ്ടാകുന്നതിന് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇന്ത്യനാണ്, ഇന്ത്യയോട് എനിക്ക് വളരെ കൂറുണ്ട്.
എന്നിരിക്കണം നമ്മൾ നിൽക്കുന്ന രാജ്യവും നമ്മളെ അന്നം തരുന്ന രാജ്യവുമായ ഓസ്ട്രേലിയയെ നമ്മൾ മറക്കാൻ പാടുണ്ടോ? അപ്പോൾ അതൊക്കെ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. വലിയ വലിയ ചർച്ചകൾക്ക് വാദം വെക്കുന്ന വിഷയങ്ങളാണിതെല്ലാം. അധികാരികളൊക്കെ ഭയപ്പെടുന്നുണ്ട് ഇതിനകത്ത് കയ്യാങ്കളിയും അക്രമവും ഒക്കെ നടക്കുമെന്ന്. കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ, അതായത് റൂളിംഗ് പാർട്ടിയും ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന പാർട്ടിയും തമ്മിൽ വന്ന് അവർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായാലും അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് മൈഗ്രൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ സ്കിൻ കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ അത് ഏത് രാജ്യക്കാരുമാകട്ടെ, ഓസ്ട്രേലിയൻസ് അല്ലാത്ത, വൈറ്റ് സ്കിൻ അല്ലാത്ത ഏത് രാജ്യക്കാരുമാകട്ടെ, അവരതിനെതിരെയൊക്കെ പ്രതികരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി രണ്ട് കൂട്ടരും മുഖാമുഖം വന്നാൽ രണ്ടുപേരും രാജ്യത്തിൻ്റെ ആത്മാവിന് വേണ്ടി പോരാടുന്നുവെന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ അവസാനം സാധാരണയായി സമാധാനമായിരിക്കുകയല്ലോ. എന്ത് പ്രൊട്ടസ്റ്റിന് വേണ്ടി ഏത് ജാഥ നടത്തിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മനുഷ്യരെ സംഭവിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. കുടിയേറ്റം എന്ന് പറയുന്ന വെറും സംഖ്യകളും നിയമങ്ങളും മാത്രമല്ല, ജീവിത കഥകളും മനുഷ്യനും സംബന്ധിച്ചുള്ളതും കൂടിയാണ്. വിദേശ വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ അവരവരുടെ ഭാവിയാണ് നിർമ്മിക്കുന്നത്. അതിൽ ഒരു പെർസെൻറ്റേജ് ഓസ്ട്രേലിയയിൽ നിൽക്കുന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കാരണം PR-ൻ്റെയും പോയിന്റുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആണ് ഇവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അവർ ഓസ്ട്രേലിയക്കാണ് മുതൽക്കൂട്ടാവുന്നത്, അല്ലാതെ വേറൊരു രാജ്യത്തിനല്ല. ഇവർ പഠിച്ചിട്ട് വെളിയിൽ പോയാൽ ആ രാജ്യത്തിനല്ലേ അത് മുതൽക്കൂട്ടാവുന്നത്. അങ്ങനെ വേണം അതിനെ കാണാനായിട്ട്. ഇപ്പോൾ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുന്ന PR-കാർ, അവരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതും ഓസ്ട്രേലിയക്ക് മുതൽക്കൂട്ടായ ഒരു കാര്യം തന്നെയാണ്. തൊഴിൽ ക്ഷാമം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ കുട്ടികൾ പോലും ഓപ്റ്റ് ചെയ്യാത്ത സബ്ജക്റ്റുകളുണ്ട്. അതിലൊക്കെ തൊഴിലുണ്ടെങ്കിൽ അതിലൊക്കെ നിറയ്ക്കാനുള്ള ആൾക്കാർ വേണമല്ലോ. അതേസമയം സാധാരണക്കാരായ മനുഷ്യർ ചിന്തിക്കുന്നത് ഇവർ വരുന്നത് കൊണ്ടാണ് എന്താ പറയുക, വാടക, ജോലികൾ ഇതൊക്കെ കിട്ടാതെ ആവുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു PR-ൻ്റെ എംപ്ലോയി സ്പോൺസർഷിപ്പ് വിസയ്ക്ക് വേണ്ടി ഒരു എംപ്ലോയിയെ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഓസ്ട്രേലിയൻസിനെ തന്നെയാണ്. അല്ലാതെ വെളിയിൽ നിന്നുള്ള ആൾക്കാർ പ്രിഫറൻസ് ഒന്നുമില്ല. എന്നാൽ പ്രോപ്പറായിട്ട് ജോലി നടക്കുക എന്നുള്ളതിലാണ് കാര്യം. ആ ജോലി നടക്കുന്ന ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഓസ്ട്രേലിയക്കാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. ഇപ്പോഴാണെങ്കിൽ തന്നെ എത്രയോ ഇൻഡസ്ട്രിയൽ ബൂമിംഗ് ആണ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, എത്രയോ എസ്റ്റേറ്റുകളാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്നത്. കാരണം ഈ മൈഗ്രൻസ് വരുന്നത് കൊണ്ടാണ് പുതിയ പുതിയ എസ്റ്റേറ്റുകൾ തുറക്കുന്നത്. പുതിയ എസ്റ്റേറ്റുകൾ തുറക്കുന്നത് കൊണ്ടാണ് അവിടെ ഓസ്ട്രേലിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നത്. നമുക്കറിയാം, ഒരു 90% വരുന്ന മൈഗ്രൻസ് എല്ലാവരും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കത്തില്ല. അവരെന്തെങ്കിലും പ്രൊഫഷണൽ ജോലികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ട്രേഡിലുള്ള നമുക്ക് ഓസ്ട്രേലിയൻസിന് ഏറ്റവും കൂടുതൽ ജോലി കിട്ടും അവിടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫെൻസിങ്, ഡെക്കിങ്, പർഗോളയുടെ ബിസിനസ്സിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡാണ്. അത് വേറെ കൺട്രീസിലുള്ള ഒരു ട്രേഡല്ല. ഇങ്ങനത്തെ രീതിയിലുള്ള ഫെൻസിങ് വെക്കുകയും ഡെക്കിങ് വെക്കുകയും പർഗോള വെക്കുകയും എന്നുള്ള നമ്മുടെ ഓസ്ട്രേലിയൻസിൻ്റെ മാത്രം രീതികളാണ്. വ്യത്യസ്തതയുള്ള രീതികളുണ്ട്, എന്നിരിക്കലും നമുക്ക് പിന്തുടർന്ന് വരുന്ന ഒരു പാറ്റേണുണ്ട്. അത് ഈ വരുന്നവർക്കൊന്നും അറിയണമെന്നില്ലല്ലോ. മൈഗ്രേഷൻ എൻ്റെ ഒരു ചിന്തയിൽ വലിയൊരു പ്രശ്നമല്ല. എന്നാൽ ഇത് ജോലി കളയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഉണ്ട് താനും. അപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്കിതിനെല്ലാം തരാനുള്ള ഉത്തരങ്ങളില്ല. പക്ഷെ ഞാൻ അറിയുന്നത് ഇത്രയേ ഉള്ളൂ: ഭയം മാത്രം കൊണ്ട് ഒരു രാജ്യം ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ യാഥാർത്ഥ്യം മറച്ചു വെച്ചും മുമ്പോട്ട് പോകാൻ പാടില്ല. കുടിയേറ്റം എപ്പോഴും ഓസ്ട്രേലിയയെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ചരിത്രവും അതാണ് നമ്മുടെ ഭാവിയും. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രതിഷേധത്തെ എതിർക്കുന്നവരോ അനുകൂലിക്കുന്നവരോ അതോ പുറത്തുനിന്ന് നോക്കി കാണുന്നവരോ ആരുമാകട്ടെ, നമുക്ക് ഇത് മനുഷ്യരാണ് ഇതിനകത്തുള്ളത് എന്ന് മറക്കാതിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തെപ്പറ്റി എനിക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മാർച്ച് ഓഫ് ഓസ്ട്രേലിയയുടെ പ്രതിഷേധം അത് സാധാരണക്കാരുടെ ഭയത്തിൻ്റെ ശബ്ദമാണോ, അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലുമാണോ? കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഞാൻ വേറെ ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. See you on the next one.